നീ വല്ലാതെ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തില് ആരാ ഏട്ടാ മാറിപ്പോവാത്തെ? ഇഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ച ജീവിതം ഒരു ദിവസം നമ്മളെ നോക്കി ഒരു വേട്ടപ്പെട്ടി പോലെ കടിച്ചു കീറാൻ തക്കം പാത്തു നിൽക്കുമ്പോ ആദ്യം നമ്മൾ ശ്രമിക്കുക പ്രാണൻ രക്ഷിക്കാനല്ലേ? ജീവൻ നിലനിന്നാലല്ലേ ജീവിതത്തോട് നമുക്ക് പോരാടാൻ പറ്റൂ. നീ ഇപ്പൊ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാ. ഈ ജോലി എനിക്കൊരു പിടിവള്ളിയാ, നട്ടല്ല നിവർത്തി നിൽക്കാൻ. നീ ജോലിക്ക് പോയി സമ്പാദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏട്ട ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നീ ജോലിക്ക് പോകുന്ന കാര്യം ആദ്യം കേട്ടപ്പോ കുടുംബം സംരക്ഷിക്കുന്നതില് ഞാൻ പരാജയപ്പെട്ടു പോവുകയാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ തീരുമാനമാണ് ശരിയെന്ന്. എത്ര കാലം ഈ ഭാരം ഏട്ടന് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റുന്നേ? ഒരു കുടുംബമാവുമ്പോ അവരവരുടെ ഉത്തരവാദിത്വം എല്ലാവരും നിറവേറ്റണം. എനിക്ക് എന്തേലും കാര്യത്തിൽ സഹായിക്കാൻ പറ്റിയ അതിലും വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. നീ ജോലിക്ക് പോകുന്ന ആ ചിട്ടി കമ്പനി എങ്ങനെയുണ്ട്? സേഫ് ആണല്ലോ അല്ലേ? ദൈവവിശ്വാസിയായ ഒരാളാ ഇതിന്റെ മുതലാളി കനകാംബരൻ സാർ. ഒരുപാട് ജോലിക്കാരുണ്ട് അവിടെ. തരക്കേടില്ലാത്ത ശമ്പളവും കിട്ടും. എവിടെ പോയാലും നമുക്ക് നമ്മുടെ ജോലി നോക്കിയാ പോരെ. സന്ദീപിനോടുള്ള നിന്റെ വാശിയാ ഇതിന് നിന്നെ പ്രേരിപ്പിച്ചെന്ന് എനിക്കറിയാം. നമുക്ക് കിട്ടാനുള്ളതൊക്കെ തട്ടിയെടുത്ത ആ അവന്തികയുടെ പിന്നാലെ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ നടക്കുന്ന എന്റെ ഭർത്താവിനോടുള്ള വാശിയും വൈരാഗ്യവും തന്നെയാ എന്നെ ഈ തീരുമാനത്തിൽ എത്തിച്ചത്. പക്ഷേ ഈ തീരുമാനം എന്നെ കൊണ്ട് ദൈവം എടുപ്പിച്ചത് അതിന് മാത്രല്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഏട്ടാ, ഏതൊരാൾക്കും സ്വയം തിരിച്ചറിയാൻ ദൈവം ഒരു അവസരം കൊടുക്കും. ഭാര്യ, അമ്മ, കുടുംബിനി, അതിനപ്പുറം ഒരു സ്വപ്നങ്ങളും ഇല്ലാതിരുന്നൊരു പെണ്ണാ ഞാൻ. പക്ഷേ ഇങ്ങനൊരു പ്രതിസന്ധി സന്ദീപ് ഉണ്ടാക്കിയപ്പോഴാ എന്റെ വില ഞാൻ സ്വയം തിരിച്ചറിഞ്ഞത്. അതിന് സന്ദീപിനോടിപ്പോ എനിക്ക് നന്ദിയുണ്ട്. എന്റെ സ്വാതന്ത്ര്യം ഇനി അതെന്റെ മാത്രം. സന്ദീപിനെ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലും ജീവിതത്തിൽ ഞാൻ തോക്കില്ല. എന്റെ മോളെ പഠിപ്പിക്കാനും വളർത്താനും എനിക്ക് പറ്റും. നന്നായി. അഭിമാനം പണയം വെച്ച് ആർക്കു മുമ്പിലും വളഞ്ഞു നിൽക്കേണ്ടവളല്ല പെണ്ണെന്ന് എന്റെ അനിയത്തി തെളിയിച്ചല്ല. സന്ദീപിനി അവന്റെ വഴിക്ക് പൊക്കോട്ടെ. നീ മോളും സന്തോഷമായിട്ടിരുന്ന മാത്രം മതി. ഈ ഏട്ടനും അമ്മയും എല്ലാവരും കൂടെയുണ്ട്.